ഇപ്പോൾ ഇതുവരെ നിലവിൽ വന്നിട്ടില്ല, പക്ഷെ എപ്പോഴും ഒരു ഡിസ്കഷനുള്ള ഒരു കാര്യമാണ് ഈ യൂണിഫോം സിവിൽ കോഡ് എന്ന് പറയുന്ന സംഭവം. ലൈക്ക് എല്ലാ മതങ്ങൾക്കാണെങ്കിലും ഒറ്റ നിയമം എന്നുള്ള രീതിയിൽ, എല്ലാത്തിനും ഒറ്റ നിയമം എന്നുള്ള രീതിയിൽ. അപ്പോൾ അത് ശരിക്കും വരേണ്ടത് ആവശ്യമുണ്ടോ? ഒരു നിയമപാലക അല്ലെങ്കിൽ അഡ്വക്കേറ്റ് എന്നുള്ള രീതിയിൽ എന്താ തോന്നുന്നത്? ബേസിക്കലി ഇപ്പം നമ്മൾ ഇന്ത്യയിലുള്ള മുഴുവൻ വ്യക്തികളും ഇറസ്പെക്റ്റീവ് ഓഫ് ദ റിലീജിയൻ, ഒരാളെ അടിച്ച് അല്ലെങ്കിൽ ഒരാളെ ഞാൻ കൊന്നു കഴിഞ്ഞാൽ ഹിന്ദുവിന് 10 വർഷം തടവ്, അല്ലെങ്കിൽ ക്രിസ്ത്യാനി ആവുകയാണെങ്കിൽ അവൻ 5 വർഷം കൊടുത്താൽ മതി, മുസ്ലിം ആണെങ്കിൽ അവന് 2 വർഷം തടവ് കൊടുത്താൽ മതി. ഇത് നീതിയാണോ? അല്ലയോ? അല്ല. ഇതേ സാധനമുള്ളൂ സിവിലിലേക്ക് പോകുന്ന സമയത്ത്. സിവിൽ ഇവിടുത്തെ മുസ്ലിം കമ്മ്യൂണിറ്റി ഒഴികെ ബാക്കിയുള്ളവരുടെ എല്ലാം ഒരേ സിവിൽ നിയമങ്ങൾ പിന്തുടരണം. ഇപ്പം ഫോർ എക്സാമ്പിൾ കല്യാണം കഴിക്കുകയാണ്, കല്യാണം മാരേജ് ലോ തന്നെ പേഴ്സണൽ ലോ എടുത്ത് നോക്കുക. ഇപ്പം ഞാനൊരു കല്യാണം കഴിച്ചു, എനിക്കിത് ഡിവോഴ്സ് ചെയ്യാതെ രണ്ടാമതൊരു കല്യാണം കഴിക്കാൻ പാടില്ല. എനിക്ക് തോന്നുന്നു മുസ്ലിം കമ്മ്യൂണിറ്റി ഇപ്പം 4 കല്യാണം വരെ കഴിക്കാം. അത് കഴിഞ്ഞ് 5ാമത്തെ കല്യാണം വോയിഡ് ആവുന്നില്ല, ഇറഗുലർ മാരേജ് ആവുന്നതേ ഉള്ളൂ. ഇന്നത്തെ സമൂഹത്തെ പെൺകുട്ടികൾക്ക് അത് എങ്ങനെ അംഗീകരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും? ഇത് നമ്മുടെ ഒരു എന്താ പറയുക, ഇത് നമ്മൾ ജീവിക്കുന്നത് 2025-ലാണ്. ആ ഒരു തരത്തിലേക്ക് പോകണ്ടേ? അപ്പോൾ യൂണിഫോം സിവിൽ കോഡ് ആവശ്യം. ഇത് സിമ്പിളാണ്. ഇതിനേക്ക് ഇൻഡെപ്തായിട്ട് യൂണിഫോം സിവിൽ കോഡിലേക്ക് കടന്നെങ്കിൽ ഇതിനേക്കാൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ ഏറ്റവും സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞു തന്നെ, വാട്സപ്പിൽ കൂടെ 3 തലാക്ക് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പെണ്ണിന്റെ ജീവിതം അവിടെ തീരുകയാണ്. ഇതിനെ അനുകൂലിക്കുന്നത് നിരവധി മുസ്ലിം സ്ത്രീകളാണ്. ഇത് ഈ ഇഷ്യൂസ് ആണ്. ഇത് യൂണിഫോം സിവിൽ കോഡ് എന്ന് പറയുന്നത് ഈ ഒരു ചെറിയ ക്യാൻവാസ് നിങ്ങൾ ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് അനിവാര്യമാണോ അല്ലയോ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. പക്ഷെ ആ യൂണിഫോം സിവിൽ കോഡ് വരുന്ന ഇതുകൊണ്ട് ഇല്ലാതായി പോകുന്നത് നമ്മുടെ റൈറ്റ് ടു റിലീജിയസ് എന്നുള്ളത്. ഇപ്പൊ നിയമം നമ്മുടെ റിലീജിയസ് നിയമത്തിനനുസരിച്ചിട്ടാണല്ലോ ഇപ്പോൾ മിക്ക. ബേസിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ത്യയിൽ നമ്മുടെ ഈ ഇത്ര ഫണ്ടമെന്റൽ റൈറ്റ്സിനെ വയലേറ്റ് ചെയ്യപ്പെടുന്ന ഓരോ നിയമവും നമുക്ക് എനാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. അത് നമ്മുടെ ഭരണഘടനയുടെ ഒരു പ്രത്യേകതയാണ്, സവിശേഷതയാണ്. ഈ നാട്ടിലെ ഓരോ സാധാരണക്കാരനും ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഗ്യാരണ്ടി എൻഷുർ ചെയ്യുന്ന ഒരു റൈറ്റാണ്. ഇനിയിപ്പോൾ ഇൻ കേസ് ഈ പറയുന്ന കണക്ക് ഈ ഭരണഘടനാ മൂല്യങ്ങളെയൊക്കെ കാറ്റിൽ പറത്തിന്ന് ഒപ്പോസിഷൻസ് ആർഗ്യൂ ചെയ്യുന്ന പോലെ ഒരു നിയമം പാസ്സാക്കിയെന്ന് വെച്ചോ, യു ക്യാൻ അപ്രോച്ച് ജുഡീഷ്യറി. അങ്ങനെ ഒരു സാധനം നിങ്ങൾ കേശവാനന്ദ ഭാരതിന്റെ കേസുകളൊക്കെ ചരിത്രപാഠം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും പറ്റില്ല ഒരാളുടെയും റിലീജിയസ് പ്രാക്ടീസിനെ അല്ലെങ്കിൽ അവരുടെ ഒരു റൈറ്റിന്, റിലീജിയസ് റൈറ്റിന്, അത് പേഴ്സണൽ ആണ്. 5 കല്യാണം കഴിക്കുക എന്നുള്ളത് ഏത് മതം എൻഷുർ ചെയ്യുന്നൊരു സാധനമാണോ? അപ്പൊ അവിടെ മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ പെൺകുട്ടികളോട് തന്നെ ചോദിക്കണം, അവർ അനുകൂലിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഇതിന് ഉത്തരം പറഞ്ഞത് ഞാനല്ല. ഞാനിത് പറയുമ്പോൾ അതിലൊരു കോൺട്രവേഴ്സി പറയും, ഒരു പൊളിറ്റിക്കൽ കണ്ടക്സ്റ്റ് വരും. അവരനുകൂലിക്കുകയെന്ന് വെച്ചാൽ അവർ ഒരു വോട്ടെടുപ്പ് നടത്തട്ടെ, അല്ലെങ്കിൽ അങ്ങനെയല്ല സംഭവം. അവർ ഇത് ഡ്രാഫ്റ്റ് വെക്കും, എല്ലാ സമയത്ത് ഡ്രാഫ്റ്റ് വെക്കുന്ന സമയത്ത് അതിൽ എഡിറ്റ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ അത് എഡിറ്റ് ചെയ്യപ്പെടും. സോ അതിന്റെ ഭാഗമായിട്ട് അതങ്ങ് നടക്കും. ഇപ്പം വിമൻ എംപവർമെൻറ്റിനെ പറ്റി നേരത്തെ സംസാരിച്ചുകൊണ്ട് ഞാനൊരു കാര്യം ചോദിക്കാണ്. ഈ അടുത്തൊരു ന്യൂസ് വന്നായിരുന്നു, ഒരു ഗർഭിണിയായ സ്ത്രീ മരിച്ചതിനെ പറ്റിയിട്ട് കേട്ടായിരുന്നു മലപ്പുറത്ത് വെച്ച്. അപ്പം അവിടെ പറയുന്നൊരു കാര്യം, ആ പെൺകൊച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ല എന്നാണ്. അപ്പം അടുത്തുള്ളവരൊക്കെ, ഞാൻ വായിച്ചപ്പോൾ അറിഞ്ഞ കാര്യമാണ്, അടുത്തുള്ളവരൊക്കെ ആ കുടുംബമായിട്ടോ ആ പെൺകുട്ടിയായിട്ടോ ഒരു ബന്ധമില്ല, 5ാമത്തെ പ്രസവമാണ്. അപ്പം അവിടെ ശരിക്കും അവരുടെ ഇപ്പം ഈ പർദ്ദ ഇട്ട് നടക്കുന്നു എന്നൊക്കെ പറയുന്നത് അവരുടെ ഒരു എന്താ പറയുക, ഫ്രീഡം റെസ്ട്രിക്ഷൻ അല്ലേ? അപ്പോൾ ബേസിക്കലി ഞാൻ അതിന് മുന്നേ ചെയ്ത ചോദ്യങ്ങളിലേക്ക് തന്നെ പറയാം, ഇതൊരു ഫെയർ ആയിട്ടുള്ള റിലീജിയസ് പ്രാക്ടീസ് ആയിട്ട് തോന്നുന്നുണ്ടോ? റിലീജിയൻ എൻഷുർ ചെയ്യും. ഞാൻ ഇതിനു മുന്നേ പറയാനുള്ളൂ, എന്നേക്കാൾ ഒരാഴ്ച മുന്നേ ഒരു വീഡിയോ വന്നിരുന്നു. തലയിൽ നമ്മളെന്തോ ഡോക്ടറേറ്റ് ഒക്കെ കിട്ടിയിട്ട് വരുമ്പോൾ ആളുകൾക്ക് ഇത് വെച്ചു കൊടുക്കുന്ന കണക്ക് വെച്ചു കൊടുത്തിട്ട് എന്താ വീട്ടിൽ തന്നെ മുസ്ലിം സ്ത്രീകളൊക്കെ പ്രസവിക്കണമെന്നുള്ള തരത്തില് നമ്മൾ ഇത് എന്താണ് അത് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതെങ്ങനെയാണ് ഇസ്ലാം മതം അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഐ ഡോണ്ട് നോ. അത് ആ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകൾ തന്നെയാണ്. ഇപ്പം ഈ ശ്രീനാരായണ ഗുരുദേവനും ചട്ടമ്പി സ്വാമിയും അന്നത്തെ പത്മനാഭനും ഒക്കെ ഈ കേരളത്തിന്റെ നവോത്ഥാന ചരിത്രത്തിൽ, നമ്മൾ മലയാളികളാണ് ബേസിക്കലി, ഈ കേരളത്തിന്റെ നവോത്ഥാന ചരിത്രത്തിലൊരു സംഭവം നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. നമ്മൾ അവിടെ നിന്ന് തന്നെ തുടങ്ങണം. അത് ആ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകൾ ഇതിനെക്കുറിച്ച് ചോദ്യം ചെയ്യണം. വരുന്ന ആളുകൾ അവിടെ നിന്നൊരു മാറ്റം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് സാധിക്കണം. അപ്പം അതിനെ എതിർക്കത്തില്ല.
കാരണം വോട്ട് ബാങ്ക് പൊളിറ്റിക്സിന് വേണ്ടിയിട്ട് ഈ നിലനിൽക്കുന്ന കോൺഗ്രസ്സുകാരോ കമ്മ്യൂണിസ്റ്റുകാരോ ഒന്നിനെ എതിർക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല. അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അതിനൊരു മാറ്റം വരുത്താൻ വേണ്ടിയിട്ടോ BJP യൂണിഫോം സിവിൽ കോഡ് പോലുള്ള എനാക്ട്മെന്റുകൾ നടത്തുമ്പോൾ BJP ന്യൂനപക്ഷ വിരുദ്ധരും വേട്ടക്കാരും ഒക്കെ ആക്കി ചിത്രീകരിക്കും. അതാണ് നടക്കുന്നത്.